ലോകത്തിൽ എത്ര പേര് നമ്മൾ ഏറ്റെടുക്കാനുണ്ടായാലും അള്ളാഹു കൂടില്ലെങ്കിൽ അവൻ എത്ര പേരുണ്ടായിട്ട് എന്താ കാര്യം? ഈ ആളുകളൊക്കെ നാളെ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് വരുമോ? നാളെ മഹ്ശറിൽ നമ്മളെ രക്ഷപ്പെടുത്തുമോ? ഇല്ല. എന്നാൽ എല്ലാം ഉണ്ടായിരിക്കെ ആരുമില്ലാതെ അവൻ അള്ളാഹു മാത്രം ഉണ്ടാവുന്നൊരു സമയമാണെങ്കിലും അവൻ എത്ര ഭാഗ്യവാനാണ്. ആരും കൂടെ ഇല്ല, പക്ഷെ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്. അതല്ല ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹിദായത്ത് എന്ന നൂറുണ്ടാവണം. ഹിദായത്ത് എന്നുള്ള മൈൻഡ്ഫുൾനെസ് ഉണ്ടാവണം. നമ്മൾ പ്രസൻസിൽ ജീവിക്കണം. അടുത്ത നിമിഷത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. ഇന്ന് നിന്നെ നോക്കിയ റബ്ബിന് നാളെ നിന്നെ നോക്കാനും അറിയില്ലേ? ഇന്നലെ നിന്നെ നോക്കിയ റബ്ബിന് നാളെ നിന്നെ നോക്കാനാണോ ബുദ്ധിമുട്ട്? ഒരു കഴിവുമില്ലാതെ ഉമ്മാടെ വയറ്റിൽ കഴിഞ്ഞ നിനക്ക് നിന്നെ നോക്കിയ റബ്ബിന് നീ വലുതായിട്ടും നിന്നെ നോക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ മുമ്പ് അർവാഹിന്റെ ലോകത്ത് വെച്ച് നിന്നെ നോക്കിയ റബ്ബിന് ഈ ഭൂമിയിൽ നിന്നെ നോക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോ ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം ഈ പ്രസൻസിലുണ്ടെങ്കിൽ അവന്റെ ചിന്താമണ്ഡലം അങ്ങനെയായിരിക്കും. റബ്ബ് കൂടെ ഉണ്ടല്ലോ, പിന്നെ നാളത്തെക്കുറിച്ച് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് നാളത്തെക്കുറിച്ച് പേടിയില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖവുമില്ല. എനിക്കത് നഷ്ടമായല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് നഷ്ടമാവില്ലല്ലോ, അങ്ങനൊന്നും ചിന്തിക്കില്ല. കാരണം ഇവിടെ എല്ലാം നഷ്ടപ്പെടേണ്ടത് മാത്രമേ ഉള്ളൂ. നിലനിൽക്കുന്ന ഒരു സാധനം ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല, അല്ലേ? നമ്മളെ ശരീരം നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും, നമ്മുടെ കുടുംബം നഷ്ടപ്പെടും, നമ്മുടെ ഉണ്ടാക്കിയ പേരും പദവിയും എല്ലാം നഷ്ടപ്പെടും. എങ്കിൽ ഈ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എന്തിനാ ദുഃഖിക്കേണ്ടത്? ഈ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ ഓർത്ത് എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും നഷ്ടമില്ലാത്ത റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നമ്മൾ ഈ നിമിഷം ജീവിക്കാൻ പഠിക്കുക. ഇതന്നെയാണ് ഏറ്റവും വലിയ ഹിദായത്ത്. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാത എന്നുള്ളത്. വളഞ്ഞ പാത ഇതാണ്, പേടിയുള്ള പാത അല്ലെങ്കിൽ ദുഃഖമുള്ള പാത, അതൊക്കെ വളഞ്ഞ പാതയാണ്. നേരായ പാത ഈ നിമിഷം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ ജീവിക്കുക എന്നതാണ്. അല്ലാഹ്